മെട്രോ മെഡിക്കൽ സെൻ്റർ നോമ്പുകാല ആരോഗ്യ സംരക്ഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അഞ്ജു ശ്രീകണ്ഠൻ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അജ്മാനിലെ മെട്രോ മെഡിക്കൽ സെൻ്ററിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ഒപ്പം തന്നെ പ്രശസ്തനായ പീഡിയാട്രീഷ്യനുമായിട്ടുള്ള ഡോക്ടർ ജമാലുദ്ദീൻ അബൂബക്കർ അദ്ദേഹമാണ്. അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. നോമ്പുകാല ആരോഗ്യ സംരക്ഷണത്തിൽ ഇന്നത്തെ എൻ്റെ ചോദ്യം ഇതാണ് സർ. ഇപ്പോൾ ഒത്തിരി പേര് നോമ്പെടുക്കുന്നുണ്ട്, പക്ഷേ എങ്കിലും ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാകും. പക്ഷേ ചിലർക്ക് അറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്, ചില ആളുകൾക്ക് ഇപ്പോഴും അറിയില്ല. അവർ നോമ്പെടുക്കുന്നു, അത് നമുക്ക് ഈ ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന പോലെ തന്നെ ഈ അറിയാത്തത് കൊണ്ട് തന്നെ പല പ്രോബ്ലംസും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി പ്രോബ്ലംസ് പലർക്കും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ എന്തൊക്കെയാണ് ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത്? പലപ്പോഴും രോഗമുള്ള ആളുകൾ നോമ്പെടുക്കേണ്ടെന്നുള്ളതാണ് വിധി. അതായത് കുട്ടികൾ, പ്രായമായുള്ള ആളുകൾ, ട്രാവൽ ചെയ്യുന്ന ആളുകൾ, സ്ത്രീകൾ എന്നുവെച്ചാൽ മുലയൂട്ടുന്ന അമ്മമാർ, ഗർഭിണികൾ, ആർത്തമുള്ള സ്ത്രീകൾ, അതേപോലെ കുട്ടികൾ, ഇവരൊന്നും നോമ്പെടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നാലും ഈ പുണ്യമാസത്തിൽ എല്ലാവരും വീട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ നോമ്പെടുക്കുമ്പോൾ ഇതിലൊക്കെ കൂടി നമുക്ക് പങ്കുചേർന്നുകൊണ്ട് ഈ പുണ്യമാസത്തിലെ എല്ലാ ഗുണങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിലൂടെ ചിലപ്പോൾ നമ്മൾ ഈ ഡയബറ്റീസ് ഉള്ള ആളുകളൊക്കെ നോമ്പെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവരുടെ രോഗം കൂടുതൽ സങ്കീർണമാകാനും അവരുടെ ആരോഗ്യത്തിനെ ബാധിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാനുള്ളത്, അവരോട് പറയാനുള്ള ഒരു ഉപദേശം എന്താണെന്ന് വെച്ചാൽ, നോമ്പ് എടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അവരുടെ ഡോക്ടറെ കണ്ടിട്ട് അവരുടെ രോഗത്തിൻ്റെ നില എന്താണെന്ന് മനസ്സിലാക്കുക. അവർ നോമ്പെടുക്കാൻ അവരുടെ ഇപ്പോഴത്തെ രോഗാവസ്ഥ അവർക്ക് സാധ്യമാകണോ, അതല്ല നോമ്പെടുക്കുമ്പോൾ പിന്നെ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇത് ആദ്യമായിട്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഒരു ഉപദേശം തേടേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ഇത് നമ്മൾ നോമ്പെടുത്ത് തുടങ്ങിയാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നോമ്പ് എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ജനറലായിട്ടുള്ള ഒരു അഡ്വൈസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഈ ജനറലായിട്ട് അഡ്വൈസ് എന്ന് പറയുന്നത്, അവർ ഡയബറ്റിക് ഡയറ്റ് തന്നെയാണ് അവർ ഫോളോ ചെയ്യേണ്ടത്. അതായത് സുഹൂറിനാണെങ്കിലും ഇഫ്താറിനാണെങ്കിലും അവർ നോമ്പെടുക്കുന്നതുകൊണ്ട് അവരുടെ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തത്. അവർ ഡയബറ്റിക് ഡയറ്റ് തന്നെ, അവർ നേരത്തെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ കാർബോഹൈഡ്രേറ്റൊക്കെ കുറച്ച് അങ്ങനെയുള്ള ഭക്ഷണങ്ങളും ഡയബറ്റിക് ഡയറ്റിന് അവർക്ക് ഒരു അഡ്വൈസ് കൊടുത്തിട്ടുണ്ടാവില്ല. അത് തന്നെയാണ് അവർ കഴിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ അവർ നോമ്പെടുത്ത് തുടങ്ങിയാൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. രണ്ട് കാര്യങ്ങളാണ് അവർക്കുണ്ടാവും. ഒന്ന് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവും, അതായത് ഷുഗർ കുറയാം, അല്ലെങ്കിൽ ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാവാം, ഷുഗറിൻ്റെ അളവ് കൂടാം. ഇത് രണ്ടും, ഇപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയയിൽ ഷുഗറിൻ്റെ അളവ് കുറഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത്, നല്ല വിയർപ്പുണ്ടാവും, ഹാർട്ട് ബീറ്റ് കൂടും, വിറയലുണ്ടാവും, തലകറക്കം പോലെ വരാം. ഇതൊക്കെയാണ് ഈ ഒരു ഹൈപ്പോഗ്ലൈസീമിയ മൂലം ഉണ്ടാകുന്ന സിംറ്റംസ്. ഇതൊന്നുമല്ല നോമ്പെടുക്കാൻ തീരുമാനിച്ചു. നോമ്പെടുത്താൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് അവരുടെ ഗ്ലൂക്കോസ് അവർ മോണിറ്റർ ചെയ്യണം പകൽ സമയത്ത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ 70 മില്ലിഗ്രാമാണ് അവരുടെ ഷുഗറെങ്കിൽ അവർ നോമ്പ് വിടുകയാണ് നല്ലത്. കൂടുതൽ കാരണം അത് പിന്നെ ഇനി കുറഞ്ഞ് വരുള്ളൂ. അപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയയിലോട്ട് പോകും. പിന്നെ ഹൈപ്പോഗ്ലൈസീമിയ നേരത്തെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ട്. പിന്നെ ചിലരുടെ ഉണ്ടാവും, ഇപ്പോൾ നമ്മൾ ഗ്ലൂക്കോമീറ്റർ വെച്ച് അപ്പോൾ അത് നോക്കണം. അവർ നോക്കുക, ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ഗ്ലൂക്കോമീറ്റർ വെച്ച് നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ 300 കൂടുതലാണെങ്കിലും അവർ നോമ്പ് വിടുന്നതാണ് നല്ലത്. പിന്നെ അവർക്ക് ഇപ്പോൾ 300 കൂടുതൽ അവർക്ക് ഡീഹൈഡ്രേഷൻ വരാൻ സാധ്യത. ഡീഹൈഡ്രേഷൻ ഈ ഡയബറ്റീസിൻ്റെ ഒരു ഭാഗം തന്നെ, കാരണം ധാരാളം മൂത്രം പോകുന്നതുകൊണ്ട് ഡീഹൈഡ്രേഷൻ വരാൻ സാധ്യത. അപ്പോൾ ഡീഹൈഡ്രേഷൻ വന്നാൽ എന്താണ്, ഡീഹൈഡ്രേഷൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? അതും ഇതേപോലെ തന്നെ തലകറക്കവും, നമ്മൾ കൂടുതൽ ദാഹം വരികയും പിന്നെ വിയർപ്പ് ഇല്ലാതിരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഡീഹൈഡ്രേഷൻ വന്നത്. അപ്പോൾ ഡീഹൈഡ്രേഷൻ്റെ കോംപ്ലിക്കേഷൻ എന്താണ്? ഡീഹൈഡ്രേഷൻ കൂടുതൽ വന്നാലും കൂടുതൽ ബ്ലഡ് കൂടുതൽ വിസ്കസ് ആവും, കൂടുതൽ കുറയും ബ്ലഡിൻ്റെ. അപ്പോൾ കൂടുതൽ കട്ട പിടിക്കാനുള്ള, അതായത് ബ്ലഡിൽ ക്ലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഈ ക്ലോട്ട് വന്നു കഴിഞ്ഞാൽ ആ ക്ലോട്ട് എവിടുന്നെങ്കിലും നമ്മുടെ രക്തധമനികളുണ്ട്, രക്തക്കുഴലിൻ്റെ ഭിത്തിയിൽ നിൽക്കുന്നുണ്ടാവും. അതെങ്ങാനും അവിടുന്ന് ഡിസ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റ് എവിടെയെങ്കിലും ചെന്നിട്ട് ബ്ലോക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വലിയ രക്തക്കുഴലിലൂടെയൊക്കെ പോയി ചെറിയ രക്തക്കുഴലിലൂടെ ചെന്നിട്ട് ആ ക്ലോട്ടിനേക്കാളും ചെറിയൊരു രക്തക്കുഴലിൽ ചെന്നാൽ അത് അവിടെ ബ്ലോക്കാവും. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് എന്ന് വെച്ചാൽ, അത് എന്താണ്, എവിടെയാണ് അത് ചെന്നിട്ട് ബ്ലോക്ക് ആവുന്നത്, അതിനനുസരിച്ചിട്ട് അതിൻ്റെ സിംറ്റംസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നോമ്പെടുക്കുമ്പോൾ അവരെ ഗ്ലൂക്കോമീറ്റർ കൊണ്ട് അവർ ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യുകയും
ഈ പറഞ്ഞ പോലെ 70 അല്ലെങ്കിൽ 300 ഒക്കെ ആണെങ്കിൽ അവർ നോമ്പ് വിടുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇപ്പോൾ ബ്ലഡ് കാണുന്നതുകൊണ്ട് നോമ്പ് മുറിയുന്നുണ്ടോ, അങ്ങനെയൊക്കെ ചില ആചാരങ്ങൾ ചിന്തകൾ ഉണ്ടാവും. അതൊന്നും പ്രോബ്ലം ഉള്ളതല്ല. ഇല്ലല്ല, അതിപ്പോൾ ഇതുവരെ ഗ്ലൂക്കോമീറ്റർ കൊണ്ടൊന്നും നമ്മൾ നോക്കുന്നതുകൊണ്ട് നോമ്പ് വിടില്ല എന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. നോമ്പ് മുറിയുന്ന സാധനങ്ങൾ നമ്മൾ ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ നോമ്പ് എടുത്തിട്ട് എനിക്ക് ക്ഷീണം വരുന്നതുകൊണ്ട് ഞാൻ ഗ്ലൂക്കോസ് കയറ്റുകയൊക്കെ ചെയ്താൽ ചിലപ്പോൾ നോമ്പ് മുറിയും. അല്ലാതെ നമ്മളൊരു ഇഞ്ചക്ഷൻ എടുക്കുകയോ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഇതാക്കുകയൊന്നും ചെയ്താൽ നോമ്പ് പോവില്ല. അപ്പം നോമ്പ് എടുക്കുന്നതിൽ സത്യത്തിൽ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക്. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ, ഈ പറയുന്ന പോലെ ഉള്ള ആളുകൾ കൃത്യമായി ഡോക്ടറെ കാണുകയും ആ നിർദ്ദേശം തേടാണ്ട് ഈ പറയുന്ന നോമ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യ ഗുണങ്ങളെക്കാൾ ഇരട്ടി പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് രോഗികളോട് നോമ്പ് എടുക്കേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം പിന്നെ നോമ്പെടുക്കുമ്പോൾ ഇന്നിപ്പോൾ കൂടുതൽ ആരോഗ്യ മേഖല കൂടുതൽ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നോമ്പെടുക്കാം. പക്ഷേ നോമ്പെടുക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും, ദോഷമായിട്ട് വരില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ചെയ്യുക. മെട്രോ മെഡിക്കൽ സെന്റർ നോമ്പുകാല ആരോഗ്യ സംരക്ഷണത്തിന്റെ ഇന്നത്തെ ഒരു സെഗ്മെന്റ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു സെഗ്മെന്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.